മിഡിൽ ഈസ്റ്റിലെ സൈനിക നീക്കങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇറാന്റെ മിസൈലുകളെ വെറുമൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി മാത്രം കാണുന്നത് ശരിയല്ല. സത്യത്തിൽ കഴിഞ്ഞ 40 വർഷമായി നിരന്തരമായ ഉപരോധങ്ങളും ഭീഷണികളും നേരിടുന്ന ഒരു രാജ്യം തങ്ങളുടെ സുരക്ഷയ്ക്കായി കണ്ടെത്തിയ മാർഗമാണത്. ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ തിരിച്ചടി ശക്തമായിരിക്കും എന്ന ശത്രുക്കൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാന്റെ ഈ മിസൈൽ ശേഖരം. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളുടെ കണ്ണിലെ കരടായി ഇറാൻ മാറുമ്പോൾ ആ രാജ്യം എട്ടിപ്പടുത്ത മിസൈൽ സാങ്കേതികവിദ്യ വെറുമൊരു യുദ്ധക്കൊതിയല്ല, മറിച്ച് അതിജീവനത്തിനായുള്ള ഒരു രാഷ്ട്രത്തിന്റെ പോരാട്ടം കൂടിയാണ്. വൻ ശക്തികളുടെ അത്യാധുനിക പടക്കപ്പലുകൾ തങ്ങളുടെ സമുദ്ര അതിർത്തിക്കരികെ വെല്ലുവിളി ഉയർത്തി നങ്കൂരമിടുമ്പോൾ ഒരു പരമാധികാര രാജ്യം സ്വന്തം നിലനിൽപ്പിനായി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കും എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ പ്രസക്തമാണ്. ഉപരോധങ്ങൾ കൊണ്ട് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയും സൈനികമായി നാലുപാടുനിന്നും വലയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രാജ്യത്തെപ്പോലെയും ഇറാന്റെ മുൻഗണനയും സ്വന്തം അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതുതന്നെയാണ്. ആധുനിക യുദ്ധവിമാനങ്ങളുടെയോ വിപുലമായ നാവിക വ്യൂഹത്തിന്റെയോ അഭാവം നികത്താൻ അവർ കണ്ടെത്തിയ ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ ഫലപ്രദവുമായ പ്രതിരോധമാർഗമാണ് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ. ഇറാന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ അവരുടെ മിസൈൽ ശേഖരം അയൽരാജ്യങ്ങളെ കീഴടക്കാനോ ആഗോള സമാധാനം തകർക്കാനോ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണ പദ്ധതിയല്ല, മറിച്ച് അത് ശത്രുക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഏത് നീക്കത്തെയും മുൻകൂട്ടി തടഞ്ഞു നിർത്തുന്ന ഒരു പ്രതിരോധ കവചമാണ്. ഞങ്ങളെ ആക്രമിക്കാൻ മുതിർന്നാൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങളുടെ സൈനിക താവളങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും അനുഭവപ്പെടും എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ മിസൈലുകളിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത്. യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ശക്തിയെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഇറാൻ ഇതിനെ കാണുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത ഈ മിസൈലുകൾ ഇറാന് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. വിവിധ സൈനിക വിലയിരുത്തലുകൾ പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആയുധശേഖരം ഇന്ന് ഇറാനിലാണുള്ളത്. ഇസ്രായേലിലെ ടെല്ലവീവിലേക്കും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്ന കണക്കുകൾ പലപ്പോഴും വലിയ തലക്കെട്ടുകളായി മാറാറുണ്ട്. പക്ഷേ ഈ കണക്കുകൾ മാത്രമെടുത്ത് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നു എന്ന നിഗമനത്തിലെത്തുന്നത് യഥാർത്ഥ പശ്ചാത്തലം പൂർണ്ണമായി അവഗണിക്കുന്നതായിരിക്കും. അതുകൊണ്ടുതന്നെ ഇറാന്റെ മിസൈൽ ശേഷിയെ വെറും സംഖ്യകളുടെ കളിയായി കാണാതെ വർഷങ്ങളായി തുടരുന്ന സുരക്ഷാഭീതികളുടെ ഫലമായി രൂപപ്പെട്ട ഒരു തന്ത്രപരമായ പ്രതികരണമായി കാണുകയാണ് കൂടുതൽ യുക്തിസമമെന്ന് ഇറാനെ പിന്തുണയ്ക്കുന്ന നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സെജ്ജിൽ, ഖൈബാർ ഷക്കാൻ പോലുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ മിസൈൽ പദ്ധതിയിലെ നിർണായക ഘടകങ്ങളാണ്. ഏകദേശം 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ അയൽരാജ്യങ്ങൾക്കുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ അകലം ഇനിയൊരു സുരക്ഷാ ദൗർബല്യമല്ല. ഇന്ധന സാങ്കേതികവിദ്യയിലെയും മാർഗനിർദ്ദേശ സംവിധാനങ്ങളിലെയും പുരോഗതി ഇറാന്റെ ആഭ്യന്തര സാങ്കേതിക കഴിവുകളുടെ തെളിവായി കൂടി ഇവ മാറുന്നു. വിദേശ സഹായമില്ലാതെ തന്നെ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനങ്ങൾ ഇറാന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ ഭാഗമാണെന്ന് ടെഹ്റാൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഫത-2 എന്ന ഹൈപ്പർസോണിക് മിസൈലിന്റെ അവതരണം കൂടുതൽ പ്രാധാന്യമാർജിക്കുന്നത്. ഇറാന്റെ അവകാശപ്രകാരം മാക് 15 വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഈ മിസൈൽ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികളെ തുറന്നുകാട്ടുന്നതാണ്. പറക്കിനിടയിൽ ഗ്ലൈഡ് വാഹനം ഉപയോഗിച്ച് ദിശമാറ്റങ്ങൾ നടത്താൻ കഴിയുന്ന സാങ്കേതികത ഇറാന്റെ ശാസ്ത്രീയ സൈനിക മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് അവർ അവതരിപ്പിക്കുന്നത്. ഇത് ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പെന്നതിലുപരി ആക്രമണം ചിന്തിക്കരുത് എന്ന തടയൽ സന്ദേശമാണ് നൽകുന്നതെന്ന് ഇറാൻ വിശദീകരിക്കുന്നു. ഇസ്രായേലിന്റെ ബഹുലത പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും പുരോഗമിച്ചവയിൽപ്പെടുന്നു എന്നത് നിസ്സംശയമാണ്. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ 3 എന്നിവ ചേർന്ന ഈ കവചം ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളുടെ പ്രതിഫലനമാണ്. എന്നാൽ ഇത്രയും സങ്കീർണമായ പ്രതിരോധ ശൃംഖല തന്നെ നിലനിൽക്കുന്നത് മേഖലയിലെ സംഘർഷം ഏകപക്ഷീയമല്ലെന്നും എല്ലാ ഭാഗങ്ങളും സുരക്ഷാഭീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. ഇറാന്റെ കാഴ്ചപ്പാടിൽ സ്വന്തം മിസൈൽ വികസനം ഇസ്രയേലിന്റെ ഈ സൈനിക മികവിനുള്ള ഒരു സമതുലിത പ്രതികരണമാണ്, അതിലധികമൊന്നുമല്ല. ഇറാൻ പിന്തുടരുന്ന സാച്ചുറേഷൻ തന്ത്രവും പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. കൃത്യത മാത്രം ലക്ഷ്യമിടാതെ അളവിലൂടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുക എന്ന ആശയം ഇറാന്റെ ഭാഷയിൽ ഒരു തടയൽ ഗണിതമാണ്. വിലകൂടിയ ഇന്റർസെപ്റ്ററുകളെ ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ ദീർഘകാല സംഘർഷത്തിൽ സാമ്പത്തികമായും സാങ്കേതികമായും നിലനിൽക്കില്ല എന്ന ബോധ്യമാണ് ഈ തന്ത്രത്തിനു പിന്നിൽ. അതുവഴി യുദ്ധം അനിവാര്യമല്ല, പക്ഷേ അതിന് വില വളരെ ഉയർന്നതായിരിക്കും എന്ന് എതിരാളികൾക്ക് ബോധ്യപ്പെടുത്തുകയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്.
വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത ഈ മിസൈലുകൾ ഇറാന് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഭാവിയിൽ ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നത് ഈ സൈനിക മത്സരത്തിന്റെ അടുത്ത ഘട്ടമാണ്. അയൺ ബീം പോലുള്ള സംവിധാനങ്ങൾ ചെലവ് കുറയ്ക്കുമെങ്കിലും അത്യുച്ച വേഗത്തിലും താപകവചത്തോടെയും എത്തുന്ന ബാലിസ്റ്റിക്കും ഹൈപ്പർസോണിക് മിസൈലുകളെ നേരിടാൻ അവയ്ക്ക് എത്രമാത്രം കഴിവുണ്ടാകും എന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്. ഈ അനിശ്ചിതത്വമാണ് ഇറാന്റെ ഭാഷയിൽ പ്രതിരോധ തടയൽ തുലനനില നിലനിർത്തേണ്ടതിന്റെ കാരണം. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സമവാക്യം ഒരാക്രമണ കഥയായി മാത്രം വായിക്കാനാവില്ല. അത് സുരക്ഷ, സാങ്കേതിക സ്വയംപര്യാപ്തത, പോളിസി സന്ദേശങ്ങൾ എന്നിവ ചേർന്ന ഒരു സങ്കീർണ്ണ യാഥാർത്ഥ്യമാണ്. ഇറാന്റെ മിസൈൽ ശേഷി അവകാശങ്ങളായാലും യാഥാർത്ഥ്യങ്ങളായാലും മേഖലയിൽ ഏകപക്ഷീയ സൈനികാധിപത്യം അനുവദിക്കില്ല എന്ന ഒരു തന്ത്രപരമായ നിലപാടിന്റെ പ്രതിഫലനമാണ്. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ തുലനനില നിലനിൽക്കുമോ അതോ കൂടുതൽ സങ്കീർണമാകുമോ എന്നതാണ് മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ ചർച്ചകളുടെ യഥാർത്ഥ ചോദ്യം.